നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പുലമൺ ഭരണിക്കാവ് ശ്രീ ശിവപാർവതി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മീനപൂര മഹോത്സവം 13 മുതൽ 23 വരെ ഭക്തിനിർഭരമായ ചടങ്ങുകളുടെ തുടക്കമായി. ഉത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഉത്സവ സദ്യ നടത്തുകയുണ്ടായി. നിരവധി ഭക്തജനങ്ങളാണ് അന്നദാനത്തിനായി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. ഉത്സവത്തിന്റെ അവസാന ദിവസത്തിൽ വാദ്യമേളങ്ങളുടെയും പൂക്കാവടികളുടെയും കെട്ടുകാളുകളുടെയും വണ്ടിക്കുതിരകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ പുലമൺ പൂരം നടത്തപ്പെടും. കൊട്ടാരക്കര പുലമൺ ഭരണിക്കാവ് ശ്രീ ശിവപാർവതി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനപ്പൂര മഹോത്സവത്തിന് ഇന്നലെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ വർഷം 11 ദിവസം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ഉത്സവാഘോഷ പരിപാടികളാണ് ഉത്സവാഘോഷ കമ്മിറ്റിയും ക്ഷേത്ര ഉപദേശക സമിതിയും നാട്ടുകാരും ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്നദാനമാണ്. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അന്നദാനം വളരെ പ്രശസ്തമാണ്. ഇതിൽ ഏറ്റവും അവസാനത്തെ ഉത്സവത്തിൻ്റെ തലേ ദിവസം, ഈ വർഷം 10ാം ദിവസത്തെ ഉത്സവത്തിന് 11 കൂട്ടം പായസത്തോടു കൂടിയ വലിയ സദ്യ ആണ് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വളരെ ചെറിയ രീതിയിൽ നമ്മുടെ ഈ അമ്പലത്തിന് സൈഡിലുള്ള ആ റബ്ബർ കാണുന്ന ഭാഗത്ത് വെച്ച് ചെറിയ രീതിയിൽ തുടങ്ങിയ സദ്യയാണ് ഇന്ന് 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ബൃഹത്തായ അന്നദാനമായി മാറിയിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായി എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്നതിനും അതുവഴി ഈ നാടിൻ്റെ ഐശ്വര്യത്തിന് നിദാനമായ ഭഗവന്മാരുടെ ഉത്സവം വളരെ ചിട്ടയായി നടത്തുന്നതിനും കഴിയുന്നുണ്ട്. അതിനായി ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ അംഗങ്ങളും ക്ഷേത്ര ഉത്സവ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ നാട്ടുകാരും ഒന്നിച്ച് അണിനിരന്നാണ് പ്രവർത്തിക്കുന്നത്. ഈ സദ്യയുടെ കാര്യം പറയും പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഇവിടുത്തെ കെട്ടുത്സവം അല്ലെങ്കിൽ പുലമൺ പൂരം. ഏതാണ്ട് 100-ൽ പരം കെട്ടുകാഴ്ചകളാണ് പൂര ദിവസം അണിനിരക്കുന്നത്. പുലമൺ പൂരം എന്നാണ് അത് അറിയപ്പെടുന്നത്. നമ്മൾ പകൽ പൂരമായി തുടങ്ങി ഇപ്പോൾ പുലമൺ പൂരമായി അത് മാറിയിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന ഒരു ഘോഷയാത്രയാണ് അന്നേ ദിവസം നടക്കുന്നത്. അതുകൂടാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കലാപരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ കലാപരിപാടികൾ നടക്കുന്നത്. ഈ നമ്മുടെ ഉത്സവ സദ്യ ഈ വർഷം 22-ാം തീയതി, അതായത് മാർച്ച് മാസം 22-ാം തീയതി 12 കൂട്ടം പായസത്തോടു കൂടിയ മഹാസദ്യയാണ് നടത്തുന്നത്. അത് വെങ്കലത്ത് പൗരസമിതി ആണ് നടത്തുന്നത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, ഏതാണ്ട് 15,000-ലധികം ആളുകൾ അന്നേ ദിവസം ഈ ഉത്സവ സദ്യയിൽ പങ്കെടുക്കും. അവർക്കെല്ലാവർക്കും തന്നെ വളരെ ചിട്ടയായി വളരെ ഭംഗിയായി ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വിളമ്പിക്കൊടുക്കുന്നതിന് ഒക്കെ ഈ ദേവീ കൃപയാൽ ഇവിടെ നടക്കുന്നുണ്ട്. നാളിതുവരെ ഈ പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധമായ വിഘ്നങ്ങളും വരുത്താതെ എല്ലാം വളരെ ഭംഗിയായി അനുഗ്രഹപ്രദമായി മാറുന്ന അവസ്ഥയാണുള്ളത്. ഓരോ വർഷവും ജനപങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ആളുകളുടെ ബാഹുല്യവും ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. ദേവീ ദേവന്മാരുടെ അനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ കെട്ടുത്സവം. ദേവീ ദേവന്മാരുടെ മുൻപിൽ കെട്ടുത്സവം നടത്തുന്ന വ്യക്തിക്ക് അവരുടെ ഇഷ്ട ആഗ്രഹങ്ങൾ സഫലമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മംഗല്യഭാഗ്യം വളരെയധികമുള്ള ഒരു ക്ഷേത്രമാണ്. അതായത് കല്യാണം ആകാത്ത ആളുകൾ ഇവിടെ വന്ന് ഈ ഭഗവതിക്ക് സന്താന സൗഭാഗ്യം അതുപോലെ തന്നെ മംഗല്യ ഭാഗ്യം ഇവയ്ക്കെല്ലാം പ്രത്യേകം പൂജകളും അതുപോലെ തന്നെ അതെല്ലാം നൽകുന്ന ഒരു അമ്മയാണ്. ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രം. തിരുവൈരാണിക്കുളം പോലെ തന്നെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് വടക്കേ നടതുറപ്പ് ഈ അമ്പലത്തിലെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു തെക്കൻ ഭാഗത്ത് വടക്കേ നടതുറപ്പുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പുലമൺ ഭരണിക്കാവ് ശ്രീ ശിവപാർവതി ശ്രീ ദുർഗാദേവി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞാൽ ഏകദേശം 120 വർഷത്തിന് മുമ്പ് ഈ റെയിൽവേ കടന്നുപോയ സമയത്ത് ഈ ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്തിരുന്നായിരുന്നു.
അത് അന്നത്തെ കാലത്ത് ഏതോ അണകളൊക്കെ കൊടുത്ത് ഈ ക്ഷേത്രം താൽക്കാലികമായി പഴയ ഒരു ക്ഷേത്രമായി ഇവിടെ സ്ഥിതി ചെയ്തതാണ്. അത് മാറ്റി പുതിയ ക്ഷേത്രം ഇപ്പോൾ പണിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ക്ഷേത്രം ഈ നിലയിലേക്ക് ഉണർന്നു വന്നത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ദേവീദേവന്മാർ അന്നദാന പ്രിയരാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലെ കേവലം 50 പേർക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു സദ്യയാണിത്. ഇപ്പോൾ ഇതൊരു മഹാസദ്യയായി മാറിയിരിക്കുകയാണ്.